ഓണ പൂവായതേ. ഓണമിടാൻ വേണ്ടി പൂവിടാൻ വേണ്ടി ഓണപ്പൂക്കണ്ട. ഇതാണ് നമുക്ക് കൊണ്ടുവന്ന് പൂവി ഇരട്ടിക്കുന്ന കൊണ്ടുവന്നെയാണ്. മഴയായതുകൊണ്ട് ചെറിയ പൈസക്ക് കിട്ടീന്. ഈ പൂവിന് 100 രൂപയേ ഉള്ളൂ. ഈ മൊത്തം പൂവിന് 100 രൂപക്ക് കിട്ടിയ പൂവായത്. നല്ല ലാഭമല്ലേ, അവർക്ക് നഷ്ടം. 100 രൂപേൻ്റെ പൂവ് ഇത്ര 7 കളർ അങ്ങോട്ടുണ്ട്. 1 2 3 4 5 8 9 അങ്ങനൊരു മഞ്ഞ. ഇത് വാടാർ മല്ലിക. വാടാർ മല്ലിക പൂവ്. ഇത് ഞാൻ ഇതിങ്ങനെ ആക്കി വെച്ച് രാത്രി ഇടാലോ. ഇത് ജയമന്തി. ഞങ്ങളിങ്ങനെ മല്ലിക എന്നും പറയും. ബിന്ദി എന്ന് പറയുന്നുണ്ട് ഇവിടുന്ന്. മല്ലിക എന്നും പറയും. ബിന്ദിച്ച് മല്ലിക. ഇത് റോസ. റോസാപ്പൂവ്. ഇത് വേറൊരു പൂവ്. ഇത് റോസ് തന്നെയാണ്, വേറെ മോഡല്. ഇത് കാക്കപ്പൂ. കാക്കപ്പൂ. ഞങ്ങൾ കാക്കപ്പൂ എന്നാണ് പറയുന്നത്. ഇനി പറയുന്നതാണെന്ന് അറിയില്ല. ഇതിവിടെ തന്നെ ഉള്ള പൂവാ. എനിക്ക് പറിക്കാനുണ്ട്. ഇവിടുത്തെ പൂവെല്ലാം പറിക്കാനുണ്ട്. അത്ര അത് പറിച്ചില്ല. ചെത്തിയെല്ലാം ഉണ്ട്. ചെത്തി മന്ദാരവും എന്തെല്ലോ പൂവ് ഇവിടെയുണ്ട് പറിക്കാൻ. ഇത് ഞങ്ങളുടെ പൂവാണ്. ഇത് ഞാനിട്ട പൂവാണ്. നമ്മളിട്ട പൂക്കണ്ട. നമ്മളിട്ട പൂവായത്. എല്ലാം വാങ്ങിയ പൂവാണ്. വാങ്ങിയതല്ലല്ല, ഒരു 2-3 വിധത്തിലുള്ള പൂവുണ്ട് നമ്മൾ ഇവിടുന്ന് പറിച്ചിട്ടത്. ആ വയലറ്റ് പൂവും പിന്നെ ചെത്തിപ്പൂവും നമ്മളത് ഇവിടുന്ന് പറിച്ച്. പിന്നെ കാക്കാപ്പൂവും നമ്മളതാണ്. അങ്ങനെ ബാക്കി എല്ലാ പൂവും വാങ്ങിയതാണ്. ഓണങ്ങനെ ഇട്ടു. ഇത് ചെത്തിപ്പൂവ്. പിന്നെ കാക്കാപ്പൂവുണ്ട്. കാക്കാപ്പൂവ് നമ്മളുടെ പൂവാണ്. റോസാപ്പൂ. റോസാപ്പൂ റോസാപ്പൂ. അങ്ങനെ പൂവിട്ട് കഴിഞ്ഞു. ഓണപ്പൂവിടുന്ന ഇത് മാത്രമല്ല, അകത്ത് വിട്ടിട്ടുണ്ട്. അടിപൊളി ഇതായിട്ട് ഒരുപാട് പൂ വാങ്ങിച്ചാണ്. കുറേ ഇനിയുണ്ട്. ഇനി അങ്ങനെ ഇട്ടായിരുന്നു. ഒരുപാട് പൂവുണ്ട്. ഈ കളർ ഇതെല്ലാം എവിടെ ഇടുവാനാണ്.
ഇങ്ങനെയാണ് നമ്മൾ പൂവിട്ടത്. എന്താ 2 പൂവായിട്ട് ഇവിടെ ഇട്ട് ഒന്ന് അകത്ത് വിട്ട്. ഞങ്ങൾ 2 പൂവായിട്ട് ഇട്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണോ?